എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എസ്.കെ. പൊറ്റക്കാട്ടിന്റെ നാടൻ പ്രേമം എന്ന നോവലിലെ ചില ഭാഗങ്ങളെക്കുറിച്ചാണ്. അതെ, വളരെ മനോഹരമായ, എന്നാൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു നോവലാണിത്. ശരിയാണ്. ഒരു നഗരത്തിലെ കോടീശ്വരനായ ചെറുപ്പക്കാരൻ വെറുമൊരു നേരം പോക്കിന് ഒരു കുഗ്രാമത്തിൽ താമസിക്കാൻ പോകുന്നു. ആ ഒരു തീരുമാനം ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയാണ്. അതെ. അപ്പൊ നമ്മളിവിടെ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കഥയിൽ ആരാണ് ശരിക്കും വില്ലൻ? രവീന്ദ്രൻ എന്ന ആ ചെറുപ്പക്കാരനോ, അതോ അയാൾ പ്രതിനിധീകരിക്കുന്ന ആ ഒരു നാഗരിക സംസ്കാരമോ? അത് തന്നെ. നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി ഈ കഥയുടെ ഉള്ളറകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. തീർച്ചയായും. കാരണം ഇതൊരു ഒരു സാധാരണ പ്രണയകഥയല്ല. അല്ല. രണ്ട് ലോകങ്ങൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണ് ശരിക്കും. ഒന്ന് പണവും സുഖസൗകര്യങ്ങളുമൊക്കെയുള്ള എന്തിനേയും ഒരു കളിതമാശയായി കാണുന്ന നഗരം. അതെ. മറ്റൊന്ന് നിഷ്കളങ്കതയും പ്രകൃതിയും നിറഞ്ഞ ഓരോ വാക്കിനും ജീവന്റെ വിലയുള്ള ഒരു ഗ്രാമം. ഈ രണ്ട് ലോകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതാണ് ഈ കഥയുടെ ആത്മാവ്. അതെ, ആ സംഘർഷം. അപ്പോ കഥ തുടങ്ങുന്നത് കോഴിക്കോട്ടാണ്. രവീന്ദ്രൻ എന്ന ഒരു വലിയ പണക്കാരൻ. കൂട്ടുകാരോടൊപ്പം എപ്പോഴും മദ്യസൽക്കാരങ്ങളും പാർട്ടികളുമായി ജീവിതം ആഘോഷിക്കുന്ന ഒരാള്. ഒരു രാത്രിയിലെ ഗംഭീരമായ ഒരു പാർട്ടിക്ക് ശേഷം അയാൾ കൂട്ടുകാരെ വെല്ലുവിളിക്കുന്നുണ്ട്. ആ വെല്ലുവിളി താൻ 2 മാസത്തേക്ക് ഒരു അജ്ഞാതവാസത്തിന് പോവുകയാണെന്ന്. ഇതൊരു തമാശയായിരുന്നോ, അതോ അയാൾക്ക് ആ ജീവിതം മടുത്തിരുന്നോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഇതൊരു വെറും ഒളിച്ചോട്ടമെന്ന് പറയാൻ പറ്റില്ല. ഇല്ല. നഗരത്തിലെ ജീവിതം കൊടുക്കുന്ന ഒരു തരം മടുപ്പുണ്ടല്ലോ, ഒരു ശൂന്യത. അതിൽ നിന്നുള്ളൊരു രക്ഷപ്പെടൽ കൂടിയാണിത്. ശരിയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു പണക്കാരന് മാത്രം പറ്റുന്നൊരു വിനോദമാണ്. അതെ. തന്റെ ഒളിയിടം കണ്ടുപിടിക്കുന്നവർക്ക് പുതിയ മോറിസ് കാർ സമ്മാനം നൽകുമെന്ന ആ വെല്ലുവിളി, അതിൽ തന്നെയുണ്ട് ആ ഒരു ലാഘവം. ശരിയാണ്. ഒരു കളിയുടെ മനോഭാവം. അതെ. താൻ സന്ധിക്കാൻ പോകുന്ന ജീവിതങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ സ്വന്തം വിരസത മാറ്റാനുള്ളൊരു കളി, അത്രയുള്ളൂ അയാൾക്ക്. അപ്പോ ഈ നഗരത്തിലെ എല്ലാ സുഖങ്ങളും വിട്ട് രവീന്ദ്രൻ എത്തുന്നത് മുക്കം എന്നൊരു കുഗ്രാമത്തിലാണ്. എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്? മുക്കം അതൊരു പ്രതീകമാണ് ശരിക്കും. വളഞ്ഞു പുളഞ്ഞു പോകുന്ന ചെമ്മൺ പാതകൾ, നെൽവയലുകൾ, പിന്നെ ഇരുവഴിഞ്ഞുപുഴ. പൊറ്റക്കാട്ട് ആ ഗ്രാമത്തെ വർണ്ണിക്കുമ്പോൾ അതൊരു കഥാപാത്രമായിട്ട് തന്നെ നമുക്ക് തോന്നും. ശരിയാണ്. രവീന്ദ്രൻ അവിടെ ഒരു പഴയ കളപ്പുരയിലാണ് താമസിക്കുന്നത്. അപ്പോ നഗരത്തിലെ ആ വാഹനങ്ങളുടെ ഇരമ്പലിനു പകരം അവൻ കേൾക്കുന്നത് പുഴയുടെ കളകളാരവുമാണ്. ആ ഒരു ശാന്തത. അതെ, ആ ശാന്തത അവനെ ആകർഷിക്കുന്നുണ്ട്. പക്ഷേ അവൻ ആ സൗന്ദര്യം ആസ്വദിക്കുന്നത് ഒരു ടൂറിസ്റ്റിന്റെ കണ്ണിലൂടെയാണ്, അല്ലാതെ അവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാകാനല്ല. ഒരിക്കലും അല്ല. ആ ഗ്രാമത്തിൽ വെച്ചാണ് അവൻ മാളുവിനെ കാണുന്നത്. അതെ. പുഴയിൽ അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. നോവലിൽ അവളെ വിശേഷിപ്പിക്കുന്നത് അനാഘ്രമായ ഒരു ഗ്രാമീണ കുസുമം എന്നാണ്. ആരും മണത്തു തുറക്കാത്തൊരു കാട്ടുപൂവ്. അതെ. പരിഷ്കൃതമായ വേഷം ധരിച്ച രവീന്ദ്രനെ കണ്ടപ്പോൾ അവൾ ഒരു നനഞ്ഞ തുണികൊണ്ട് മറച്ച് മുഖം തിരിച്ചു. അതൊരു തുടക്കമായിരുന്നു അല്ലേ? തീർച്ചയായും. ആ ആദ്യ നോട്ടം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൊറ്റക്കാട്ട് അവിടെ ഉപയോഗിക്കുന്നത് അതൊരു വെറും നോട്ടമല്ല, അതൊരു സാമൂഹിക കണ്ണാടിയാണ്. വിശദീകരിക്കാമോ? അതായത് നഗരത്തിന്റെ ആത്മവിശ്വാസവും ഗ്രാമത്തിന്റെ സങ്കോചവും ആ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ശരിയാണ്. പരിഷ്കൃത ലോകം ഗ്രാമീണ നിഷ്കളങ്കതയെ ആദ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം കൗതുകം, ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയുള്ള ഒരു മേൽക്കോയ്മയും രവിയുടെ നോട്ടത്തിലുണ്ട്. അവൾ തിരിഞ്ഞു നിന്ന ശേഷവും അവർ പരസ്പരം ഒളികണ്ടിട്ട് നോക്കുന്നുണ്ട്. അവിടെയാണ് ആ 2 ലോകങ്ങൾ തമ്മിലുള്ള ആകർഷണം തുടങ്ങുന്നത്. അതെ, അവിടെ തന്നെയാണ്. പിന്നീട് അവർ കണ്ടുമുട്ടുന്നത് മുക്കത്തെ ഞായറാഴ്ച ചന്തയിലാണ്. ആളുകളുടെ ബഹളം, മീൻ കച്ചവടം, പലതരം സാധനങ്ങൾ. ഒരു നാടൻ ചന്തയുടെ എല്ലാ സ്വഭാവവും ഉണ്ട്. അവിടെ വെച്ചൊരു തമാശയുണ്ടായി. പുഴുങ്ങിയ മരക്കിഴങ്ങ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാള് തുമ്മിയപ്പോ അത് കച്ചവടക്കാരന്റെ മുഖത്ത് തെറിച്ചു. ഇത് കണ്ട് മാളു പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിലെ രവീന്ദ്രനും പങ്കുചേർന്നു. ആ ചിരി അതൊരു നിസ്സാര ചിരിയായിരുന്നില്ല. അല്ല, അവിടെ എന്തോ ഒന്ന് മാറുകയായിരുന്നു. അതെ, ആ ചിരിയാണ് അവർക്കിടയിലുള്ള ആ ഒരു മതിൽക്കെട്ട് ആദ്യമായി ഉടയ്ക്കുന്നത്. ശരിയാണ്. അതുവരെ അപരിചിതരായിരുന്നു അവർ. ആ നിമിഷം അവർ ഒന്നായി. അതിനുശേഷമാണ് രവീന്ദ്രൻ അവൾക്കൊരു സമ്മാനം നൽകുന്നത്. തുണിയും സോപ്പും. അതെ,
അവൾ കൊതിയോടെ നോക്കി നിന്ന, പക്ഷെ വില കേട്ട് ഞെട്ടിപ്പിന്മാറിയ ഒരു ജപ്പാൻ തുണിയും വാസന സോപ്പും. ഒരു കുട്ടിയുടെ കയ്യിൽ രഹസ്യമായി കൊടുത്തയക്കുകയാണ്. അതെ, ഒരു നഗരവാസിക്ക് അതൊരു നിസ്സാര സമ്മാനമായിരിക്കാം. പക്ഷേ ഇവിടെ അതൊരു അധികാര പ്രകടനം കൂടിയാണ്. നിനക്ക് അപ്രാപ്യമായത് എനിക്കെത്ര നിസ്സാരമാണ് എന്ന് പറയാതെ പറയുന്ന ഒരു പ്രവൃത്തി. ആ സമ്മാനം കിട്ടിയപ്പോ മാളുവിന് സന്തോഷത്തേക്കാൾ കൂടുതൽ ഒരു തരം സംഭ്രമമാണ് തോന്നുന്നത്. പതിയെ പതിയെ അവർ പുഴക്കരയിൽ വെച്ച് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം രവി അവളോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് സന്ധ്യ മങ്ങിയാൽ നീ ഇവിടെ വരുമോ? നമുക്കിവിടെ നിലാവത്ത് ഈ മണ്ണിൽ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കാം. ആ ചോദ്യം കേട്ട് അവള് പേടിച്ചോടി പോവാണ്. ആ ഓട്ടത്തിനിടയിൽ അവളുടെ ഒരു പാദസരം നഷ്ടപ്പെടുന്നു. ആ പാദസരം ഒരു വഴിത്തിരിവാകുകയാണ് കഥയില്. അത് തിരികെ കൊടുക്കുന്ന സമയത്ത് രവി അവൾക്കൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഉറപ്പ്? നിനക്ക് വല്ല മാനക്കേടും വരുന്നതിനു മുമ്പ് നിന്നെ കൊണ്ടുപോയി ഞാൻ ബഹുമാനം നേടും. ആ വാക്കിലാണ് മാളുവിന്റെ ലോകം കൃഷിച്ചത്. അതെ, അതുവരെ അവൾക്കുണ്ടായിരുന്ന എല്ലാ ഭയവും ആശങ്കയും ആ ഒരൊറ്റ വാചകത്തിൽ അലിഞ്ഞില്ലാതാവുകയാണ്. ഒരു ഗ്രാമീണ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിവാഹ വാഗ്ദാനം തന്നെയാണ്. തീർച്ചയായും. പക്ഷേ രവീന്ദ്രന്റെ മനസ്സിൽ അതായിരുന്നോ? എനിക്ക് സംശയമുണ്ട്. ആ ഉറപ്പിൽ വിശ്വസിച്ച് അവൾ രാത്രികളിൽ അവനെ കാണാൻ തുടങ്ങി. രവി അവൾക്ക് നഗരത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. കപ്പൽ, തീവണ്ടി, സിനിമ. അവൾ അവന് ഗ്രാമത്തിലെ പഴങ്കഥകളും വേഴാമ്പലിന്റെ തലയിൽ ഒരു മരിക കമിഴ്ത്തിവച്ച പോലെയുള്ള രൂപം വന്ന കഥയൊക്കെ. അവരുടെ ലോകങ്ങൾ അടുത്തുന്നതായി നമുക്കപ്പോ തോന്നും. പക്ഷെ അപ്പോഴും അവർക്കിടയിൽ വലിയൊരു വിടവുണ്ടായിരുന്നു, അല്ലേ? വളരെ വളരെ വലിയൊരു വിടവ്. പൊട്ടക്കാട്ടത് ശരിക്കും മനോഹരമായി കാണിച്ചു തരുന്നൊരു രംഗമുണ്ട്. ചോക്ലേറ്റിന്റെ കാര്യം. അതെ, രവി ആദ്യമായി അവൾക്കൊരു ചോക്ലേറ്റ് കൊടുക്കുന്നു. അതിന്റെ ആ തിളങ്ങുന്ന കടലാസ് പൊളിക്കാതെയാണ് അവളത് വായിലിടുന്നത്. അവൾക്കതിന്റെ രുചി പിടിക്കുന്നില്ല. ഇല്ല. പിന്നീടവൻ കൊടുത്ത സിഗരറ്റ് വലിച്ച് അവൾ ചുമയ്ക്കുന്നു. ഇത് വെറുമൊരു തമാശയല്ല. രവിക്ക് ഏറ്റവും സാധാരണമായ കാര്യങ്ങൾ പോലും അവൾക്ക് എത്രത്തോളം അന്യമാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ശരിയാണ്. അവരുടെ അനുഭവലോകങ്ങൾ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല എന്നതിന്റെ ഒരു സൂചന കൂടിയാണത്. അങ്ങനെ 2 മാസം കഴിഞ്ഞു. രവിയുടെ അജ്ഞാതവാസം അവസാനിക്കാൻ സമയമായി. അവധിക്കാലം തീർന്നു. തിരികെ പോകുകയാണെന്നവൻ പറയുമ്പോൾ അത് മാളുവിന് ഒരു ഇടിത്തീ പോലെയായിരുന്നു. സ്വാഭാവികം. അയാൾ അവളെ മറക്കില്ലെന്നും വിവേമന്വേഷിക്കാൻ ആളെ അയക്കാമെന്നും വാക്കുകൊടുത്ത് ഒരു 10 രൂപയും ഒരു മോതിരവും നൽകി യാത്രയാകുന്നു. ആ വാക്കുകൾക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്ന് സംശയമാണല്ലേ? എനിക്ക് തോന്നുന്നത് ആത്മാർത്ഥത എന്നതിലുപരി ആ നിമിഷത്തിലെ ഒരു സങ്കടം ഒഴിവാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ്. അതൊരു വേർപിരിയലല്ല, ഒരു ഒഴിവാക്കലാണ്. ശരിയാണ്. രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെക്കേഷൻ കഴിഞ്ഞു. തിരിച്ചവന്റെ ലോകത്തേക്ക്, അവന്റെ പാർട്ടികളിലേക്ക്, സുഖങ്ങളിലേക്ക്. പക്ഷെ മാളുവിന് അത് അവളുടെ ജീവിതം തന്നെയായിരുന്നു. അതെ, അവൻ കൊടുത്ത വാക്കും ആ മോതിരവും അതായിരുന്നു അവളുടെ ലോകത്തെ മുഴുവൻ പ്രതീക്ഷകളും. രവി കോഴിക്കോട്ടെത്തി പഴയ ജീവിതത്തിലേക്ക് മടങ്ങുക മാത്രമല്ല, ഒരു യൂറോപ്പ് യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുകയാണ്. അതേസമയം ഇവിടെ മുക്കത്ത് മാളു ഗർഭിണിയായി ജീവിതം വഴിമുട്ടി നിൽക്കുകയായിരുന്നു. നാട്ടുകാരുടെ അപമാനം ഭയന്ന് പേമാരി പെയ്യുന്നൊരു രാത്രിയിൽ അവൾ ഇരുവഴിഞ്ഞി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് ഈ കഥയുടെ ദുരന്തം അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. അതെ, രവീന്ദ്രന്റെ 2 മാസത്തെ വിനോദം ഒരു പെൺകുട്ടിയുടെ ജീവനെടുക്കുന്ന ഘട്ടത്തിലെത്തി. നമ്മൾ ആ കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ കൂടി ഓർക്കണം. തീർച്ചയായും. അവിഹിത ഗർഭം എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമായ അപമാനമായിരുന്നുവെന്ന്. സമൂഹം അവളെ ഒറ്റപ്പെടുത്തും. ആ ഭയമാണ് അവളെ പുഴയിലേക്ക് തള്ളിവിടുന്നത്. അതെ. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. അവളെ ആ ഗ്രാമത്തിലെ പാവപ്പെട്ടവനും എല്ലാവരുടെയും സഹായിയുമായ മധിരാശി ഇരക്കാരൻ എന്നൊരാൾ രക്ഷിക്കുന്നു. ഇരക്കാരൻ. അയാൾ അവളുടെ കഥയെല്ലാം കേട്ട ശേഷം അവളെ കുറ്റപ്പെടുത്തുന്നില്ല. പകരം അവളെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. ഇരക്കാരന്റെ തീരുമാനം അത് ഇന്നത്തെ കാലത്ത് നമുക്കതൊരു നല്ല പ്രവൃത്തിയായി തോന്നാം. പക്ഷെ ആ കാലഘട്ടത്തിലെ ജാതിമത ചിന്തകളും അവിഹിത ഗർഭത്തോടുള്ള സമൂഹത്തിന്റെ മനോഭാവവും വെച്ച് നോക്കുമ്പോൾ ഇരക്കാരന്റെ തീരുമാനം അന്നത്തെ സാമൂഹിക വ്യവസ്ഥയോടുള്ളൊരു ധീരമായ വെല്ലുവിളിയായിരുന്നു. ശരിയാണ്. അയാൾ പറയുന്നുണ്ട്, നിന്റെ പാപങ്ങളെല്ലാം കഴിഞ്ഞ ജന്മത്തിന്റേതായി കണക്കാക്കാമെന്ന്. അയാള് മാളുവിനെ രക്ഷിക്കുക മാത്രമല്ല, അവളെ സമൂഹം കൽപ്പിച്ചു നൽകിയ കളങ്കിത എന്ന ലേബലിൽ നിന്നുകൂടിയാണ് രക്ഷിക്കുന്നത്. അതെ.
യഥാർത്ഥ സ്നേഹവും മനുഷ്യത്വവും ആ പാവപ്പെട്ട ഇരക്കാരനിലാണ് നമ്മൾ കാണുന്നത്. കഥ പിന്നീട് 11 വർഷങ്ങൾക്ക് ശേഷം മുന്നോട്ടു പോകുന്നു. ഒരു വലിയ ഇടവേള. അതെ, രവീന്ദ്രൻ ഇന്ന് കോടീശ്വരനാണ്. ബിസിനസ് എല്ലാം വളർന്നു. പക്ഷേ അയാൾക്ക് കഷണ്ടി കയറി, മുടി നരച്ചു, ജീവിതത്തിൽ വലിയ സന്തോഷമൊന്നുമില്ല. അതിന് പ്രധാന കാരണം അയാൾക്ക് കുട്ടികളില്ല എന്നതാണ്. അതെ, ഇവിടെയാണ് ജീവിതത്തിന്റെ ഒരു വലിയ വിരോധാഭാസം. പണവും പ്രശസ്തിയും എല്ലാം നേടി, പക്ഷെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അയാൾക്കില്ല. തെരുവിലെ ഭിക്ഷക്കാരിക്ക് 6 മക്കളുള്ളത് കണ്ട് അയാൾ വേദനിക്കുന്നുണ്ട്. നോവലിൽ ഒരു വരിയുണ്ട്, സ്വർണം വിളയുന്ന ഖനികളിൽ കനികൾ കണി കാറാൻ പോലും കിട്ടുന്നില്ല എന്ന്. ഒരു കുഞ്ഞ് തന്നെ അച്ഛാ എന്ന് വിളിക്കുന്നത് അയാൾ സ്വപ്നം കാണുന്നു. താൻ നേടിയതൊന്നും യഥാർത്ഥ സന്തോഷം നൽകുന്നില്ല എന്നൊരു തിരിച്ചറിവിലാണവൻ. യാദൃച്ഛികമെന്ന് പറയട്ടെ, മുക്കത്തുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് രവിക്ക് വീണ്ടും അവിടേക്ക് പോകേണ്ടി വരുന്നു. വിധി വീണ്ടും അവനെ അവിടെ എത്തിക്കുകയാണ്. കൂടെ അയാളുടെ പുതിയ ഭാര്യ പത്മിനിയുമുണ്ട്. 11 വർഷങ്ങൾക്ക് ശേഷം അതേ മണ്ണിലേക്കൊരു മടക്കം. പത്മിനിക്കതൊരു പുതിയ കാഴ്ചയാണ്, ഒരു പിക്നിക് പോലെ. അതെ. പക്ഷേ രവീന്ദ്രൻ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ മരവും പുഴയുടെ ഓരോ ഓളവും അവനെ പഴയകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കുറ്റബോധം. അതെ, ആ കുറ്റബോധം ഒരു വേട്ടപ്പെട്ടിയെപ്പോലെ അവനെ പിന്തുടരുകയാണ്. അവൾ എവിടെ, അവൾക്കെന്ത് സംഭവിച്ചു എന്നവൻ സ്വയം ചോദിക്കുന്നുണ്ട്. 11 വർഷങ്ങൾക്ക് മുൻപത്തെ ഓരോ നിമിഷവും അവരയാളുടെ മനസ്സിലേക്ക് തിരമാലകൾ പോലെ അടിച്ചു കയറുകയാണ്. അവർ പുഴക്കരയിലൂടെ നടക്കുമ്പോൾ പത്മിനി ഒരു കുട്ടിയെ പരിചയപ്പെടുന്നു. രാഘവൻ എന്നു പേരുള്ള ആ കുട്ടിയെ കാണാൻ രവീന്ദ്രന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ പോലെ തന്നെയുണ്ടായിരുന്നു. ആ രൂപസാദൃശ്യം. പത്മിനി അത്ഭുതത്തോടെ ഇത് രവിയോട് പറയുമ്പോൾ ആ കുട്ടി നിഷ്കളങ്കമായി പറയുന്നു, തന്നെ എല്ലാവരും ഇരക്കാരൻ ചെക്കൻ എന്നും വിരിക്കാറുണ്ടെന്ന്. ആ ഒരു പ്രവാചകം ഒരു ഇടിമിന്നൽ പോലെയാണ് രവീന്ദ്രന്റെ ഉള്ളിൽ പതിക്കുന്നത്. അവന്റെ ലോകം ഒരു നിമിഷം നിശ്ചലമാകുന്നു. ശരിയാണ്. താൻ ഒരു കുഞ്ഞിനുവേണ്ടി കൊതിക്കുമ്പോൾ, താൻ ഒരിക്കൽ ഉപേക്ഷിച്ചുപോയ ഭൂതകാലം, തന്റെ സ്വന്തം രക്തം ഒരു കുട്ടിയുടെ രൂപത്തിൽ കൺമുന്നിൽ വന്നു നിൽക്കുന്നു. താൻ അന്ന് നൽകിയ 10 രൂപയ്ക്കും മോതിരത്തിനും പകരമായി ജീവിതം തന്നോട് കണക്ക് ചോദിക്കുന്നതുപോലെ. അതെ, അവിടെയാണ് നോവലിലെ ഈ ഭാഗം അവസാനിക്കുന്നത്. ആ കുട്ടിയുടെ മുഖത്ത് നോക്കി നിൽക്കുന്ന രവീന്ദ്രൻ. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിവെച്ച്. അതെ, നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് മടങ്ങിവരാം. ആരാണ് ഈ ദുരന്തത്തിലെ യഥാർത്ഥ വില്ലൻ? രവീന്ദ്രൻ എന്ന വ്യക്തിയാണോ? രവീന്ദ്രൻ തീർച്ചയായും ഉത്തരവാദിയാണ്, അതിൽ സംശയമില്ല. പക്ഷെ അതിനപ്പുറം അവൻ പ്രതിനിധീകരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും വികാരങ്ങളെയും വില കൽപ്പിക്കാത്ത, എന്തിനേയും സ്വന്തം സുഖത്തിനുള്ള ഒരു ഉപകരണമായി മാത്രം കാണുന്ന ഒരു നാഗരിക മനോഭാവം. അതിന്റെ ഇരയാണ് മാളു. അതെ, രവീന്ദ്രൻ സമ്പത്തും സുഖവും തേടിപ്പോയി. പക്ഷേ അവസാനം അയാൾ തിരിച്ചറിയുന്നു, താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷേ താൻ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയ ഒന്നു തന്നെയായിരിക്കാമെന്ന്. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും, അതെത്ര ചെറുതാണെന്ന് നമുക്ക് തോന്നിയാലും, മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. അതെ, നമ്മുടെ തീരുമാനങ്ങളുടെ യഥാർത്ഥ വില എന്തായിരിക്കും? ഒരുപക്ഷേ വർഷങ്ങൾക്ക് ശേഷം ജീവിതം തന്നെ നമുക്കത് കാണിച്ചു തരുമായിരിക്കും. ഇത് നിങ്ങൾക്കും ആലോചിക്കാവുന്ന ഒരു ചോദ്യമാണ്.